സമയായാലോ, ഗുളിക കഴിക്കണ്ടേ? മണ്ടോ മണ്ടോ, അവിടെ പോയി കിടക്കടി. എന്താണ് അച്ഛാ? ഗുളികയും മരുന്നും കൂടെ എടുത്തോ. മരുന്നും ഗുളികയൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞോ? അപ്പൊ എന്താ ഇജ്ജെടുത്ത് തിന്നുണ്ടോ? അച്ഛാ, എല്ലാ ദിവസവും അച്ഛനല്ലേ എടുത്ത് വിഴുങ്ങുന്നേ? എടി, അത് കഴിഞ്ഞ ആഴ്ചയല്ലേ വാങ്ങിയത്? അച്ഛാ, കഴിഞ്ഞ ആഴ്ചയല്ല, കഴിഞ്ഞ മാസാ വാങ്ങിയത്. കഴിഞ്ഞ മാസോ? അപ്പൊ ഇനി എന്താ കാട്ടുക? എന്താ കാട്ടോ? ഇങ്ങോട്ട് മരുന്ന് കഴിക്കണ്ട. എന്നാ മരുന്ന് പോയി വാങ്ങിട്ട് പാടിയേ. മരുന്ന് മേടിക്കാൻ ഇവിടെ കാശൊന്നും ഇല്ല. ഞാൻ നിന്റെ തലക്കത് തന്നിട്ടല്ലോ. ഓ അച്ഛാ, വയ്യെങ്കിലേ ഇവിടെ അടങ്ങിയിരിക്കണം. അല്ലാതെ രാവിലെ തൊട്ട് എന്നോട് വഴക്കൂടാൻ വരെ അല്ല വേണ്ടത്. എൻ്റെ ആ വാർദ്ധക്യകാല പെൻഷൻ അത് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ കയ്യിൽ കിട്ടേണ്ട കാര്യമുണ്ടോ? അതൊന്ന് ആ പോസ്റ്റ് ഓഫീസിൽ പോയി നോക്കാൻ പറഞ്ഞിട്ട് ആ കഴുത ഇതുവരെ പോയിട്ടില്ല. എവിടെ അവനെവിടെ? അവനെവിടെയെന്ന് നിന്റെ ഒരു കെട്ടുണ്ടല്ലോ, ഒരു പങ്കൊന്നൻ. എപ്പോഴും നിന്റെ വാദം പിടിച്ച് നടക്കില്ലേ? അങ്ങനൊന്നും പറയരുത് കേട്ടോ. ശീതള, 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 എവിടാ? കാണാനാ? എന്തിനെങ്ങനെ തൊണ്ടൊക്കെ ഇറങ്ങ ചുമ കൂട്ടാനാ? ആ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വാർദ്ധക്യകാല പെൻഷൻ്റെ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് എന്താ കേൾക്കാത്തത്? എന്റെ അച്ഛാ, അതാ പോസ്റ്റ്മാൻ സുഗതം ഇവിടെ വരുമ്പോ അന്വേഷിച്ചാ പോരെ? ഞാൻ അതിനു വേണ്ടി അതുവരെ നടക്കണോ? എന്താ നിനക്ക് നടന്നാല്? നിന്നെ ഏറ്റിട്ട് ഞാൻ ഒരുപാട് നടന്നിട്ടില്ലേ? അതിന് പകരം വീട്ടാ അച്ഛൻ? പകരം വീട്ടൊന്നുമല്ല, അന്നേക്ക് അറിയാമായിരുന്നു ഇതൊക്കെ വെറുതെ ഇടുന്നത്. നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല. അത് എന്തിനാടാ പറയുന്നത്? അതിന് പറ്റി വരണതിനെ കിട്ടും ചെയ്തു. ഇപ്പൊ അയ്യോ, എനിക്ക് ആരുമില്ലേ, ആരുമില്ല, ആരുമില്ല. എന്തിനുള്ള പുറപ്പാടാ? ഇതിനെ കൂവിട്ട് നാട്ടുകാരെ കേൾപ്പിക്കാനാ? ഞങ്ങൾ നോക്കണല്ലേ അച്ഛനെ? നോക്കുന്നുണ്ട്, കണ്ണു തുറച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് രണ്ടാളും. വേറെ എന്താ, മരുന്നില്ല, ഒന്നുമില്ല. അയ്യോ, അവിടെ തുപ്പരുത്. അവിടെ തുപ്പല്ലെന്ന് പറഞ്ഞല്ലേ അച്ഛാ? ഞാൻ തുപ്പടാ, ഇക്ക് തുപ്പാൻ വേണ്ടിയിട്ടാ ഞാൻ കെട്ടിട്ടാക്കിയിട്ടുള്ളത്. നീ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഞാൻ തുപ്പും, മൂത്രടിക്കും, ചിലപ്പോ തൂറും. പൈസ ഇട്ടിട്ട് നാക്ക് എങ്ങനെ കൊണ്ടുപോകണ്ടെന്ന് അറിയില്ല. അതൊക്കെ വൃത്തിയാക്കാൻ പണി. എന്താ വൃത്തിയാക്കില്ലേ? ആ വൃത്തിയാക്കും. എനിക്ക് അതിന് നടന്നാ മതിയല്ലോ. ഞാൻ ഈ പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട കാര്യത്തിനല്ലേ നീ കാണിച്ചതൊക്കെ. ഞാൻ പോയിക്കോളാം. അതെ, ഒന്ന് പോയി അത് മേടിച്ചുകൊണ്ട് വന്നാ മരുന്നെങ്കിലും മേടിച്ചു കൊടുക്കാലോ. അല്ല, അച്ഛന് മരുന്ന് മേടിച്ചു കൊടുക്കണ്ടെന്ന് പറയായിരുന്നു. മേടിച്ചു കൊടുക്കണ്ടെന്ന് അവള് പറയില്ല, മേടിച്ചു കൊടുക്കണം തന്നെ പറയുള്ളൂ. അതൊക്കെയറിയാം. എന്നാലും ഇങ്ങനെയൊക്കെ എന്തായാലും കാട്ടിക്കൂട്ടിയിട്ടില്ലെങ്കിലേ അവൾക്ക് ഒരു പേടിയുണ്ടാവില്ല. അവൾക്ക് അവനൊരു പേടിയില്ലല്ലോ. എൻ്റെ ഒച്ച കേട്ടിട്ടാ അപ്പം അവൻ തന്നെ കഞ്ഞുപിടിച്ച് കൊടുത്ത്.